താനോട് ചോദിക്കുക. തന്നോട് ഇന്നലെ പടം കാണാൻ പറഞ്ഞപ്പോൾ താൻ കറക്റ്റായിട്ട് വന്നു. അതിനാദ്യം തന്നെ തേക്കും. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? താനുള്ള ഫ്രണ്ടിലുണ്ട് ക്ലൈമാക്സ് പ്രതീക്ഷ അത് കേട്ടോ. നായികയുണ്ട് മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ സത്യത്തിൽ അതിൻ്റെ അറിയാലോ നമ്മൾ ഹീറോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ചെയ്യാനുള്ള പടമൊന്നുമില്ല. പക്ഷെ ഇതൊരു കോമൺ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണെന്നും പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ ഹീറോ എന്ന് ഉള്ള എനിക്കറിയായിരുന്നു. ഷൂട്ടിങ് തുടങ്ങുന്ന മുതൽ ഞാൻ വിസ്മയം പറയുന്നുണ്ട്. വിസ്മയം അത്രയും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. അത് ഉള്ളിൽ ചേർച്ച് ചെയ്യണം, ഡെപ്റ്റ് ചെയ്യണം, ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ. കാരണം നമുക്ക് അതേ വായിച്ചിട്ട് നായിക പുതിയ ആളായതുകൊണ്ട് നമുക്ക് ഷൂട്ടിംഗ് ടൈമിൽ ഇത് വർക്കായിരിക്കും പടം വർക്കാവില്ല, നായിക വർക്കായിരിക്കും പടം വർക്കാവില്ല. എന്ത് രസമായിട്ട് ചെയ്തേ ക്ലൈമാക്സിലൊക്കെ നടത്തുന്ന അടിപൊളിയാണ്. എല്ലാം ഷാർപ്പ്, കണ്ണ് നല്ല ഷാർപ്പാണ്. നല്ല എന്റെ പൊന്നുകൂടെ എന്നെ ഇറക്കത്തില്ലേ ഒരു അടിയിൽ തെറി വരും. ഇന്നത്തെ വെള്ളിയാഴ്ച നിന്റെയാണ് നായികയുടെ അല്ലേ? ഇതിനൊരു ഇമോഷണൽ സീൻ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അതില് കൈവിരലുകൾ ഇങ്ങനെ വിറച്ചു പോയി ഇങ്ങനെ പിടിക്കുന്ന ഒരു രംഗം. എന്റെ ദൈവമേ എന്നെ കൊല്ലാനായിട്ട് അതൊന്നുമല്ല, പേടിച്ചിട്ട് ആ സീനിന്റെ അങ്ങനത്തെ അല്ലേ പേടിച്ചിട്ട്. അത് അച്ഛനവിടെ കിടന്നപ്പോ അങ്ങനെ ഒന്നും ഇതല്ല, അതൊന്നും അങ്ങനെയൊന്നുമില്ല. ചുമ്മാരി വെറുതെ തന്നെ എറിക്കല്ലേ വേണ്ടിട്ടേ. അതങ്ങനെയല്ലേ നമ്മളെല്ലാവരും ഒന്ന് ടോട്ടൽ ബോഡിയിലൊരു ഷേക്ക് ഉണ്ടായിരുന്നു. എന്നെ ആളെ വിട ഞാൻ ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞ സീൻ നല്ലതായിരുന്നു. ആ മലയുടെ മുകളിൽ ഞങ്ങൾ റൊമാൻസ് അത് രസമുണ്ട്. വരട്ടെ പടങ്ങൾ വരട്ടെ, നമ്മൾ ചെയ്യാം. നമ്മുടെ ഡയറക്ടറിന്റെ മോളാണ്.